ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ഉടമ്പടി ധ്യാനം തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലാണ് ഉടമ്പടി ധ്യാനം നടത്തുന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നു, അതിന് പ്രത്യേക ദിവസമുണ്ടായിരുന്നു, ചൊവ്വാഴ്ച. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ആ ദിവസം 10,000 മനുഷ്യരിവിടെ വന്ന് നിറഞ്ഞ് വണ്ടി അപകടമൊക്കെ ഉണ്ടാക്കി ആകപ്പാട് അപകട മേഖലയെ കഴിഞ്ഞ പ്രാവശ്യം അപകടം ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം കർത്താവ് മനസ്സിൽ തോന്നിക്കുന്ന ദിവസം ഉടമ്പടി ധ്യാനം നടത്തും. നമ്മളെ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ശരിക്കും ഓൺലൈനിലാണ്. ഓൺലൈനിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് എപ്പോഴും ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടി അതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഉടമ്പടി നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ്. എന്താണ്? എപ്പോഴും ഈ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ടച്ച് വിട്ടു പോകരുത്. കാര്യം ടച്ച് വിട്ട് പോയാൽ ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ മൊത്തം പോകും. കണക്ഷൻ പോയില്ലെങ്കിൽ എന്തിനാണ് ഈ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുക, ദൈവം അതെപ്പോഴാണ് തരിക, എങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, ഇതേക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം പക്ഷേ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തമായ ഐഡിയ ഉണ്ട്, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം, വളരെ രസകരമായ സാക്ഷ്യമാണ്. ആ ചേച്ചിക്ക് അവർ ഉടമ്പടിയിലായതുകൊണ്ട് അവരെന്താ ചെയ്യണത്? സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. 2 സാക്ഷ്യങ്ങൾ വെച്ചെങ്കിലും അത് ടച്ച് വിട്ടു പോകാതിരിക്കാനാണ്. കർത്താവുമായിട്ട് നമ്മൾ ഓൺലൈനിലാകുകയാണ്. അത് കാരണം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉടമ്പടിയുടെ ഒരുക്കത്തിലാണ്, ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ സാക്ഷ്യം കേൾക്കുന്നത്. സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സാക്ഷ്യം ഇതാണ്, അവർ കേട്ട സാക്ഷ്യം ഇതാണ്: വഴിയില്ലാത്ത വീട്ടിലേക്ക് കാർ കയറുന്ന വഴി കിട്ടി. അതാണൊരു സാക്ഷ്യം. അപ്പം ആൾക്കാർക്കൊക്കെ ഒരു 10,000 പേര് സാക്ഷ്യം കേൾക്കുമെങ്കിലും ഇപ്പം നമുക്ക് വഴിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കാറ് കയറുമല്ലോ, ഇത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ, ഇത് നിങ്ങൾ തള്ളിക്കളയാം. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കുള്ള സാക്ഷ്യം വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യം 1 by 1 ആയിട്ട് കൂടിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വഴി ഒരു പ്രശ്നമാണ്, പക്ഷേ വഴി അവരെഴുതി തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നമാണ്. കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്, അവരുടെ പേര് റീന ഫ്രാൻസിസ് ആണ്, തവം, കണ്ണൂർ. അവരുടെ വീട് വയലിൻ്റെ നടുക്കാണ്. അപ്പോൾ വയലിൻ്റെ നടുക്ക് വീടൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടോപ്പോഗ്രഫി മനസ്സിലാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ഹൈ റേഞ്ചിലുള്ളവരാണെങ്കിൽ അവിടെ താഴ്വാരങ്ങളിലൊക്കെയാണ് വയലുള്ളത്. അവിടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വരമ്പൻ റോഡും ഒക്കെ വേറെ ഉണ്ട്, നമ്മളതിൽ നടക്കും, നമുക്ക് വയൽ പ്രശ്നമല്ല. പക്ഷേ ഈ തീരദേശ റൂട്ടുകളിലെല്ലാം, കൊല്ലമല്ല, ആലപ്പുഴ, കൊച്ചി, വടക്കംപറവൂർ, അങ്ങനെ വന്ന് കണ്ണൂർ വരെ തീരദേശ റൂട്ടിലെല്ലാം വയലുണ്ട്. ഈ വയലിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മളെ റോഡ് എന്ന് ഈ ചേച്ചിയുടെ വീട് വയലിൻ്റെ നടുക്കാണ്. ദാറ്റ് മീൻസ് ഒരടിയൊന്നുമല്ല, അടിക്കണക്കിനല്ല അവർ പറഞ്ഞത്, 200 മീറ്റർ. ദാറ്റ് മീൻസ് ഒരു 600 അടിയോളം വഴി നടക്കണം. വീടിൻ്റെ റോഡിൽ നിന്ന് 600 അടി അല്ലെങ്കിൽ 200 മീറ്ററോളം നടക്കണം വയലിലൂടെ. നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ചെളിയായിരിക്കും. നമ്മൾ പൂഴിയാണെന്ന് മണ്ണെന്ന് അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം ഈ മണ്ണെന്ന് ആലപ്പുഴ പറയുന്ന സംഭവത്തിന് കോട്ടയത്തൊക്കെ പറഞ്ഞത് പൂഴിയെന്നാണ്. ഈ ചെളിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും.
ചെളി എന്ന് പറഞ്ഞാൽ ചെളി പൊതഞ്ഞ ചെളിയാണ്, പാടത്തെ ചെളിയാണ്. ഇപ്പം ചെളിയിൽ ചവിട്ടിയാണ് ഇവർ നടക്കണത്. ഇപ്പം വീട്ടമ്മച്ചി പറയണത് അവർക്ക് ഞാൻ അധികം പുറത്ത് പോകാറില്ല, പക്ഷെ എൻ്റെ മക്കളും ഭർത്താവുമാണ് എപ്പോഴും പുറത്ത് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ദുരിതമാണ്. നിര വെളുത്താൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ മുഖമൊക്കെ തന്നെ മാറും. കാര്യം എന്താണ്? ഈ ചെളി ചവിട്ടി പോകണ്ടേ, തിരിച്ച് ചെളി ചവിട്ടി വരണം. 1 മീറ്ററും 10 മീറ്ററൊന്നും അല്ലല്ലേ, 100-200 മീറ്റർ നടക്കണ്ടേ. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടോടുകൂടി അവർ അമ്മയോട് പറഞ്ഞ, അമ്മേ ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വഴിയില്ല. വഴിയുടെ കാര്യം ഇവർ ഉടമ്പടിയിൽ വെച്ചു. എന്നുവെച്ചാൽ വഴിയുടെ കാര്യം ഉടമ്പടി വെക്കാൻ വേണ്ടിയാണ് ദൈവം ആ സാക്ഷ്യം ആ സമയത്ത് അവരെ കേൾപ്പിക്കണത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മെക്കാനിസം എന്ന് പറയണത്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും. വല്ലാത്ത ഗൈഡൻസാണ്. നമുക്ക് കരഞ്ഞു പോകും ഒരു ജന്മം മുഴുവനും. അത് ദൈവത്തിന് എങ്ങാനും നിങ്ങളൊന്ന് അറിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പശ പോലെ ഒട്ടിപ്പോകും നമ്മൾ. പിന്നെ മാറത്തില്ല, മനുഷ്യൻ മാറത്തില്ല, അത്രക്ക് സുന്ദരമാണ്. അപ്പോൾ ഇവരിത് ഇവർക്കിപ്പോൾ ഇവരുടെ ആ ഗൈഡൻസ് നോക്കിയാൽ നിങ്ങളെ, ഇവർക്ക് വഴി കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കണത്? അത് ഉടമ്പടിയിലേക്ക് വെക്കാൻ വേണ്ടി ഇവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അതിനെന്താ ദൈവം ചെയ്തത്? ഒരു സാക്ഷ്യം കേൾപ്പിക്കുന്നു. നടക്കാത്ത ഒരു കാര്യം, 200 മീറ്റർ വഴി, നാട്ടുകാരുടെ പുരയിടമാണ്, വലിയ ജന്മികളുടെയും മറ്റുള്ളവരുടെയൊക്കെ പുരയിടമാണ്. അവിടെ 200 മീറ്ററൊക്കെ നമുക്ക് കിട്ടുമോ? അതൊരിക്കലും ഇല്ല. പക്ഷേ ഈ അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഇതാണ്, ഇതിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് ആർക്കാനുള്ളത്? റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ടോട്ടൽ ഓണർഷിപ്പ് ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. 89-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തനം 89:11 വായിച്ചോളൂ. ആകാശം അങ്ങയുടേതാണ്. പ്രാർത്ഥിച്ചേ. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേത് തന്നെ, അങ്ങയുടേത് തന്നെ, ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. അപ്പം മാസ്റ്റർ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. വിശ്വാസിയുടെ ആസ്തി അതാണ്. നീ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ ജീവിതത്തിന്റെ ഭാഗതയും ഇരിക്കണത്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വിശ്വാസി, നീ എന്തിനാണ് കർത്താവിൻ്റെ വചനം വായിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ആരൊക്കെ എല്ലാം ഉണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മുടെ ആസ്തി ഭദ്രത എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ആരൊക്കെ ഉണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്പദങ്ങൾ എന്താണ്? ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആസ്പദം, ആശ്രയം. അപ്പോൾ മറ്റുള്ളവരുടെ പുരയിടമാണെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് എൻ്റെ അപ്പൻ്റെ ആണെന്നുള്ളതാണ് ബോധം നമുക്ക് വിശ്വാസിക്കുണ്ടാകണം. വിശ്വാസമാണ് ഏൺ ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മൾ ഏൺ ചെയ്യണത് അത് മറ്റുള്ളവരുടെയും പുരയിടമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നീ കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട കാര്യമില്ല. നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷയവും, അതിൻ്റെ 2-ാമത്തെ വചനം വായിച്ചേ, ആകാശവും ഭൂമിയും ലോകവും അതിൻ്റെ സമസ്തവും ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് മാസ്റ്റർ കൺട്രോളാണ്. അപ്പം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അനന്തമായ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വിശ്വാസം തുറന്നു തരണത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗലാത്യരുടെ ലേഖനം ഇന്ന് വായിച്ച സുവിശേഷമാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷയെന്നാണ് യഹൂദൻ്റെ ആദ്യ പ്രാഥമിക വെളിപാടുകൾ. സെൻറ്റ് പോളിൻ്റെ കാലം വന്നപ്പോൾ സെൻറ്റ് പോൾ അതിനെ ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ആൾക്കാരെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് ആ മനുഷ്യൻ കണ്ണീരോടെ കർത്താവോട് പ്രാർത്ഥിച്ചു.
യഹൂദന്മാർക്കല്ലേ നിയമങ്ങൾ നൽകപ്പെട്ടത്, അവർക്കല്ലേ അത് പാലിക്കാനുള്ള തീഷ്ണതയും സൂക്ഷ്മതയും ഉള്ളത്. സാധാരണ യഹൂദന്മാർ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? അങ്ങനെ പിന്നെ ക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ? ക്രിസ്തു എല്ലാമല്ലേ? എല്ലാമായ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ക്രിസ്തു എല്ലാവർക്കും കിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് സെൻറ്റ് പോളിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായപ്പോൾ സെൻറ്റ് പോളിനോട് പറഞ്ഞതാണ്, വിശ്വാസമാണ് വരി, നിയമത്തെക്കാൾ വലുതാണ് വിശ്വാസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഗലാത്യ ലേഖനം 3:5 നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും ഏറ്റു പറഞ്ഞേ, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അതാണ്. അപ്പോഴ് നിയമാനുഷ്ഠാനം നൽകപ്പെട്ടത് കൊണ്ടല്ല, അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വസിച്ചത് കൊണ്ടാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ് എൻ്റെ ഉടമസ്ഥൻ. ഈ ആസ്തിയെല്ലാം അവൻ്റെതാണ്, അവൻ്റെ കയ്യിലുള്ളതാണ്. എപ്പോഴായാലും ആരുടെ കയ്യിലുള്ളതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ തരും. വേണ്ട സമയം ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു വാക്കാണ് വേണ്ട സമയം. കാര്യം നിങ്ങൾക്കെല്ലാം വേണ്ട ഓരോ സമയമുണ്ട്, ഓരോ കാര്യവും വേണ്ട സമയമുണ്ട്. വേണ്ട സമയമാണ് ദൈവം. സമയമെന്നല്ല ബൈബിൾ പറയണത്. ഹെബ്രായർ 4:16 റീഡ് ഇറ്റ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹെബ്രായർ 4:16 അതിനാൽ വേണ്ട സമയത്ത് കരുണയും പറഞ്ഞേ, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ആ വചനം അടിപൊളി വചനമാണ്. ഒറ്റ വചനം, ക്യാപിറ്റൽ വേർഡ് മദർ വേർഡാണ്. മദർ വേർഡ് എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് വേർഡാണ്. വചനത്തിൻ്റെ അകത്ത് പലതരം വചനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ഈ കിളികളെ വളർത്തുക, മീൻ വളർത്തുക, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനിതിൻ്റെ അടുത്തൊക്കെ വരും. അപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ അക്വേറിയത്തിൽ ചില വലിയ അക്വേറിയങ്ങളൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ മീൻ വാങ്ങിക്കും അവിടുന്ന്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഇന്നതിൻ്റെ മീനെന്നൊക്കെ പറയുന്നത് അവിടെ ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള മീൻ. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനൊക്കെ എതിരെ മനുഷ്യാവകാശ പോരാട്ടം മാത്രമല്ലല്ലോ, ഒരു പരിസ്ഥിതി പോരാട്ടമുണ്ട് അതിൻ്റെ പിന്നിലെ. കാരണം ഞാൻ 76 വിഴിഞ്ഞത്തും അതുപോലെ കോവളത്തൊക്കെ ചെന്നിട്ട് കടലിറങ്ങി മീൻ പിടിച്ചിട്ടുള്ളതാണ്, തോർത്തുകൊണ്ട് കോരി. അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന മീനെന്നൊക്കെ പറഞ്ഞതേ മഴവില്ലിനേക്കാൾ മനോഹരമായ 10,000-കണക്കിന് മീനുകളുടെ ഒരു പരിസ്ഥിതി ആവാസ വ്യവസ്ഥയാണ് വലിയ തുറമുഖങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് അന്യാധീനപ്പെടുത്തി കളയണത്. ആ സ്വത്ത് എത്ര കപ്പലിൻ്റെ ചരക്കിറക്കിയാലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ലോകം മുഴുവനുള്ള അങ്ങ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യന് വേണ്ടി വിഭാവന ചെയ്ത പരിസ്ഥിതി സ്വപ്നങ്ങളെ നശിപ്പിച്ചു കളയുന്ന ലാഭക്കൊതിയുടെ കോർപ്പറേറ്റ് വികസനങ്ങളെ അങ്ങ് തന്നെ പ്രതിരോധിക്കണമേ. അവിടെ നൽകപ്പെടുന്നത് എപ്പോഴാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ബൈബിള്. എപ്പോഴാണത്? വേണ്ട സമയത്ത്. ഈ സമയം ആരാണ് ഡിക്റ്റേറ്റ് ചെയ്യണത്? നമുക്ക് ഈ സമയത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. നമുക്ക് ഈ സമയത്തെക്കുറിച്ച് കാര്യം എന്താണ്? വേണ്ട സമയം. ഹെബ്രായർ 4:6 വേണ്ട സമയത്ത് എന്താ നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ഇത് ഉടമ്പടിയില്ലാതെ നടക്കത്തില്ല. എന്താ പറയണത്?
വേണ്ട സമയത്ത് പറഞ്ഞേ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ കസേരയല്ല സിംഹാസനം, വ്യത്യാസമുണ്ട്. കസേര ഇവിടെ ചറവ് പോലെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചൊരു കാര്യമില്ല. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന പല മധ്യസ്ഥ രംഗങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം കൃപാവരത്തിൻ്റെ കസേരകളാണ്, സിംഹാസനമല്ല. സിംഹാസനത്തിൽ തമ്മിൽ തിരിച്ചറിയണം വിഷയം. അധികം സിംഹാസനമൊന്നുമില്ല. ഉടമ്പടിയിൽ റിലേസ് ചെയ്യണത് ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടതുമേൽ ധ്യാനിക്കുക. അത് അവിടുത്തെ സിംഹാസനം. അത് മരിയൻ ത്രോണാണത്. അവരെ കണ്ടപ്പോഴാണ് പറയണത്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോഴേ നമുക്കറിയാം പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനം, പുത്രൻ തമ്പുരാൻ്റെ സിംഹാസനം, പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനം, ത്രിത്വക ദൈവത്തിൻ്റെ ഇരിപ്പിടം. ഈ ഇരിപ്പിടങ്ങളിലേക്ക് പിന്നെ മനുഷ്യരാശിയുമായിട്ട് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് വളരെ അടുത്ത് പിന്നെ നിൽക്കുന്ന ഒരു സോഴ്സസ് എന്താ, മാധ്യശക്തി എന്താ? മറിയത്തിൻ്റെ മാധ്യശക്തിയാണ്. അതെന്താ കാര്യം? അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അതാണ് വിഷയം. അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥകൾ, മനുഷ്യൻ്റെ എല്ലാത്തരം ഇല്ലായ്മയുടെ അവസ്ഥകൾ, ആ ഇല്ലായ്മകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്വിഗ്നതയുടെ അവസ്ഥകൾ ഒക്കെ വിവേചിക്കാനും സെൻസ് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരാളെയാണ് ദൈവം നമുക്ക് അമ്മയായി നൽകിയത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഉപരി അറിയുന്ന മാതൃവാത്സല്യത്തില് അഭയം പ്രാപിച്ചുകൊണ്ട് അമ്മയുടെ മക്കള് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് കരുണയായിരിക്കണമേ. സംബന്ധിച്ചിടത്തോളം അത് കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അന്ത്യനിമിഷങ്ങളായിരിക്കും കർത്താവ് നിന്നെ ഇൻസ്പയർ ചെയ്യണത്. അപ്പം നീ കഴിഞ്ഞ ദിവസം റോഷ്യാൻ എന്നും പറഞ്ഞൊരു നല്ല എഡ്യൂക്കേറ്റഡ് ലേഡിയുടെ സാക്ഷ്യമുണ്ടായി. അവർ ഫിസിക്സ് MSc ആണ്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് തോമ്പടിക്കാരുതിയാണ്, കൊച്ചി. അവിടെ മുമ്പിലുള്ള ഓപ്ഷൻസ് അവർക്ക് നെറ്റ് എഴുതാം, ഗേറ്റ് എഴുതാം. പക്ഷേ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ അക്കാലങ്ങളിലെല്ലാം അവർ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. 2 കൊല്ലം അങ്ങനെ ചുമ്മാ തള്ളിപ്പോയില്ല ആൾക്കാരുടെ. അതിനുശേഷം അവർ നെറ്റിലേക്കും ഗേറ്റിലേക്കൊക്കെ വർക്ക് ചെയ്തെങ്കിലും 2 പരീക്ഷ എഴുതിയവർ. പക്ഷേ എപ്പോഴും എബവ് 90% കവർ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വിഷയത്തിന്. ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റെന്ന് പറയും. നമുക്കുള്ള കോൺഫിഡൻസ് ഇല്ലേ? കോൺഫിഡൻസ് ചില സമയത്ത് മെറിറ്റ് കർത്താവ് തന്നെ ഡാമേജാക്കി കളയും. ദൈവത്തെ ഡിവൈൻ എൻട്രി ഉണ്ടാകുമ്പോൾ മെറിറ്റ് ഡാമേജ് ആകും. അതിൻ്റെ കാലാവസ്ഥ വ്യത്യാസമാണ്. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ജീവിത കാലാവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ വരും. ഇത് സെൻസ് ചെയ്യാൻ നമുക്കൊരു വിശ്വാസിക്ക് പെട്ടെന്ന് കഴിയും. വിശ്വാസി അല്ലെങ്കിൽ മോങ്ങിക്കൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തന്നെത്താൻ പഴിച്ചുകൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ചത് അവരുടെ പ്രോബ്ലം അവർക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ഉള്ള ലേഡിയാണ്. കാര്യം എല്ലാം എപ്പോഴും എബവ് 90% 95% സ്കോർ ചെയ്യുന്ന ആളാണ്. മാത്സിനും ഫിസിക്സിനും ഒക്കെ അത്ര ഇൻ്റലിജൻ്റ് ആണ് ആൾ. പക്ഷേ എന്താ അവരുടെ പ്രോബ്ലം? അവർക്ക് നെറ്റ് എഴുതാം, അല്ലെങ്കിൽ ഗേറ്റ് എഴുതാം, കോളേജിൽ പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക്. പക്ഷേ അല്ലെങ്കിൽ PhDക്ക് പോകാം. അപ്പോഴേ ഗേറ്റൊക്കെ എഴുതി അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കിട്ടും എന്ന് അവർക്ക് നല്ല കോൺഫിഡൻസാണ്. അത് കിട്ടും. കാര്യം എന്താണ്? അവർക്ക് ഇന്ന് വരെ അവർ കടന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിൽ ഒരിക്കലും അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടായിട്ടില്ല. അതാണ് അവരുടെ പ്രീ ഹിസ്റ്ററി. ദൈവം ഈ പ്രീ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന കോൺഫിഡൻസിലെ കർത്താവിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആകും. ഇവർക്ക് എന്നാ സംഭവിച്ചു? ഒരു നെറ്റും എഴുതി ഗേറ്റും എഴുതി, അത്യാവശ്യം കോച്ചിങ്ങിനൊക്കെ പോയാൻ എഴുതിയത്. പക്ഷെ പരീക്ഷ കൊണ്ട് ചെല്ലുമ്പോഴേ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ കയ്യിൽ നിന്ന് വിട്ടു പോയാലേ ഇവർക്കൊരു ഭയങ്കര സങ്കടവും. കാര്യം ഇത്രയും സ്കോറിംഗ് ഉള്ള ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലേ ഈ നല്ല നല്ല കോൺഫിഡൻസിലേക്ക് സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട് കഷ്ടപ്പാട് കൊണ്ടും
ഹാർഡ് വർക്ക് കൊണ്ടുവെക്കുക, നല്ല നല്ല സ്കോറിങ് ഉണ്ടാക്കി വരുന്ന ആൾക്കാർക്ക് ഒരു തട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒന്നൊന്നര തട്ടായി പോകുന്നത്. പിന്നെ ഈ ആൾക്കാർ പൊങ്ങി വരാൻ പാടാണ് വിശ്വാസി അല്ലെങ്കിൽ. ഇവർ നിരാശ ഊശാന്താടിയൊക്കെ വളർത്തി ചുമ്മാ കഞ്ചാവൊക്കെ അടുക്കിട്ട് നടക്കുന്നത് കാണാം. കാര്യം അവർ ജീവിതത്തിൽ പൊരുതി പരാജയപ്പെട്ടവരാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ തോറ്റാലും ദൈവം നീ ജയിച്ചുവോ നിശ്ചയിച്ചാൽ നീ ജയിച്ചതാണ്. കൈ ഇടിച്ച് കിടത്താൻ കാലാ പെറുക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. ഇത് ഉടമ്പടി വചനമാണ്. ഉടമ്പടി ആധ്യാത്മികത ഗർഭം ധരിച്ചിരിക്കുന്നൊരു വചനമാണിത്. ഒടുവിലാണ് പ്രഭാഷകൻ പ്രഭാഷകൻ 33:16. പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കേൾക്കുക. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഈ വചനം ഒന്ന് വായിച്ച്. ഇത് ഈ പ്രഭാഷണം 33:16 ഇപ്പം കർത്താവിൻ്റെ നാവിൽ തന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് നമ്പറൊന്നും കിട്ടാത്തത്. ഇത് ഡയറക്റ്റ് ഉടമ്പടി വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8 ലിങ്കുള്ള വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? കർത്താവിൻ്റെ കൃപയാലാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അത്? ജനകോടികളുടെ വിശ്വാസാനുഭവമാണ് ശരിക്കും. എന്താണ് ഒന്ന് പറഞ്ഞ്? ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുൻപന്തിയിലെത്തിയെന്ന് പറയുമ്പോൾ എവിടെ എത്തിയെന്നായി പറയണത്? കൊയ്ത്തുകാരുടെ കൂട്ടത്തിൽ എത്തിയെന്നായി പറയണത്. മനസ്സിലായില്ലേ? പിടിയില്ലേ? താമസിച്ചാണ് എഴുന്നേറ്റത്, ബാക്കിലായി പോയി. കാലാപെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കൊയ്ത്ത് പോകുമ്പോൾ കുറച്ച് സാധനം താഴെ വിട്ടുപോകും. അത് പാവത്തിനൊക്കെ ഉള്ള, ഇസ്രയേലിൽ പാവത്തിനൊക്കെ ഉള്ളതാണത്. പുറകെ റൂത്തൊക്കെ അങ്ങനെ കാലാപെറുക്കാൻ പോയ ആൾക്കാരാണ്. ബോവാസിൻ്റെ ഭാര്യ റൂത്തിൽ നിന്നല്ലേ ബോവാസിൽ നിന്നല്ലേ പിന്നീട് ജസ്സയിൽ നിന്ന് ദാവീദും യേശുക്രിസ്തുവിൻ്റെ വംശപരമ്പരയിൽ വരുന്ന ആളാണ് റൂത്ത്. റൂത്ത് അറിയാമല്ലോ, മോവാബുകാരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രേസിന് വലിയ കിട്ടാൻ യോഗ്യതയുള്ള ആളല്ല. മൊവാബ് ഇപ്പോൾ മോസസൊക്കെ അവസാനം മൊവാബിനെ കുറിച്ച് പറയണത്, മൊവാബ് എനിക്ക് കൈ കഴുകുന്ന ബേസനാണെന്നൊക്കെ അല്ലേ പറയണത്. കഴുകാൻ ഉപയോഗിക്കുന്ന ബേസനാണ് മൊവാബ് എന്നാണ് പറയണത്. എന്താ കാര്യം? മൊവാബ് ലോത്തിൻ്റെ പെൺമക്കളുടെ മക്കളുടെ സന്തതികളാണ്. അപ്പോൾ നോക്കിയേ, അതാണ് വിഷയം. മോസസിനും അത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്താണ്? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പിള്ളേരാണെന്ന് മൊവാബ്. അതാണ് മോസസ് പോലും മൊവാബിനെ എല്ലാ ഗോത്രങ്ങളെയും ആശീർവദിക്കുകയല്ലേ. മൊവാബിനെ ആശീർവദിക്കുക പറയും, എനിക്ക് കൈ കഴുകാനുള്ള വെള്ളം അതിൻ്റെ ടബ്ബാണ് നീ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ പറയണത്? എന്താ കാര്യം? മൊവാബിനെ അവർ അത്രയൊക്കെ കുലീനമായിട്ട് കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റില്ലെന്ന്. ഈ മനുഷ്യന്മാരും മോസസ് ആയാലും ജോഷു ആയാലും അവർക്കെല്ലാം ഉള്ള ഒരു ഐഡിയ കുലീനത അല്ലെങ്കിൽ മെറിറ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരിക്കും. ദൈവം എപ്പോഴും വർക്ക് ചെയ്യണം മെറിറ്റിലല്ല. എന്താ പിന്നെ എങ്ങനെയാണ്? ഗ്രേസിലാണ് വർക്ക് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? റൂത്ത് കാലാപെറുക്കാൻ ചെന്നതാണ് ബോവാസിൻ്റെ ബാർലിപ്പാടത്ത്. പിന്നീട് റൂത്ത് മുമ്പിൽ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ജന്മിയുടെ ഭാര്യയായിട്ട് അവൾ മാറും. അവളിൽ നിന്ന് ജെസ്സെ ജനിക്കും. ജെസ്സയ്ക്ക് മുമ്പ് ഒരാളുണ്ട്. ജെസ്സയിൽ നിന്നാണ് പിന്നീട് ദാവീദിൻ്റെ വംശത്തിൽ ഈശോയൊക്കെ പിറക്കണത്. എന്നൊക്കെ മൊവാബിൽ നിന്ന് ഈശോയിലേക്കുള്ള ദൂരം കണ്ടില്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. കൈ ഇടിച്ച് കിടത്താൻ സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിക്കപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം.
പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിസ്സഹായനായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആയിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒടുവിലായി ഞാൻ ഉണർന്നത് കാലാപെറുക്കുന്നവരെ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. അവരുടെ കൂട്ടത്തിൽ പോലും, കാലാപെറുക്കുന്നവരുടെ കൂട്ടത്തിൽ പോലും ഞാൻ പിന്നിലാണ്. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ഇനി എനിക്ക് സ്വന്തമായിട്ട് ഇതിനെ കവർ ചെയ്ത് മുന്നിലെത്താൻ പറ്റത്തില്ല. അപ്പോഴാണ് കർത്താവിൻ്റെ കൈകൾ വരണത്. കർത്താവ് എന്നെ പിക്കപ്പ് ചെയ്തെന്ന് കൈയടിച്ച് കർത്താവ് സ്വരലിയ. എല്ലാ അവലംബങ്ങളും സ്വന്തം കഴിവും എല്ലാം 0 പോയിന്റിലേക്ക് വരുമ്പോൾ, എൻ്റെ വിശ്വാസി, നിനക്കുള്ള വചനം എന്താ? കർത്താവ് നിന്നെ പിക്കപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നീ വന്നു. അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? പിന്നെ നീ അവിടെ പോഴൊന്ന് മസിൽ പിടിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സെർവൻ മോഡിലേക്ക് വരണം. പിടികിട്ടിയ? സെർവൻ മോഡെന്ന് പറഞ്ഞാൽ എന്താ? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞില്ലേ? ടേക്കണപ്പിന് മുമ്പ് ഇവരെ യഹൂദ ബാലികയായിരുന്ന മറിയത്തെ പെട്ടെന്ന് ഭൂസ്വലോക രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെടുന്ന പ്രോജക്റ്റിൻ്റെക്ക് ഇവരെ കോൾ ഫോർ ചെയ്തതിന് ശേഷം വല്ലാത്തൊരു ടേക്കണപ്പാണ് ചെയ്യണത്. അതിന് അമ്മയുടെ ബോധജ്ഞാന സിംഹാസനത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ആന്തരികമായ ജ്ഞാനമാണ്. മേരി പ്രൊക്ലെയിം ദ സെർവൻഷിപ്പ്. എന്താണ്? നിൻ്റെ ദാസ്യത നീ ഉദ്ഘോഷിക്കണം. അമ്മ പറഞ്ഞു, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മൾ എന്തുകൊണ്ടാണ് പത്രമൊക്കെ ചുറ്റു കടന്ന് കൊടുക്കുന്നത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മുടെ വിലയും നിലയൊക്കെ നോക്കുമ്പോൾ നാട്ടുകാർ, ഞാൻ ടീച്ചറാണ്, നിങ്ങളെ പ്രിൻസിപ്പളാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുന്ന് പത്രം കൊടുക്കാതെ ഉടമ്പടി പുതുക്കത്തില്ല. കൃത്യമല്ലേ? കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് എപ്പോൾ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഉടമ്പടി കത്തത്തുള്ളൂ. ഉടമ്പടി കത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ മസ്ലിം പിടിച്ച് ഞാൻ ആനയാണ് കൂനയാണ് എൻ്റെ പപ്പാക്ക് ആന ഉണ്ടായെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇരിക്കാവുന്നതല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തർക്കം പാർക്കണം. ലുക്ക 1:48 വർക്ക് ചെയ്യണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. 1:49. ലുക്ക 1:49. അവൻ ശക്തനാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. നിനക്ക് വലിയ കാര്യം ചെയ്യണ്ടേ? ദൈവം ശക്തനാണ്, വലിയ കാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്താ സംഭവം? നിനക്ക് പേഴ്സണലാകണ്ടേ? അത് നിൻ്റെ ജെറ്റിൽ നടപടി മാറണ്ടേ? നിനക്ക് വീട് വെക്കണ്ടേ? നിനക്ക് 200 മീറ്റർ വഴി കിട്ടണ്ടേ? വലിയ കാര്യമല്ലേ? ശക്തനായവൻ, എനിക്ക് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷെ നിനക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? അവിടെ നിൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഉടമ്പടി പ്രകാരം വലിയ കാര്യങ്ങൾ ചെയ്യാൻ അമ്മയെപ്പോലെ എന്നെ വിനീതമാക്കണമേ. കർത്താവിന്റെ ദാസനാക്കണമേ, കർത്താവിന്റെ ദാസിയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. നിബന്ധനകളെ പാലിക്കുന്നതിലൂടെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ, ശക്തി ഞങ്ങളിൽ വന്ന് നിറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഡീപ്രമോഷൻ ഒരു വിഷയം, സ്റ്റാറ്റസ് ചേഞ്ചിങ് ഇതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കണം. വളരെ തന്ത്രപരമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങൾ നേരിടേണ്ടത്. ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്കറിയാം, ഞാൻ ഈശോ എൻ്റെ മുമ്പിലുണ്ട്, അമ്മ എൻ്റെ പുറകിലുണ്ട്, ഞാൻ അങ്ങ് നടക്ക് നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം പോലും പൊട്ടക്കാര്യം ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കർത്താവ് എനിക്ക് തന്ന ബോധ്യമോ ഇപ്പം കർത്താവ് തരാൻ പോകുന്ന വെളിപാടോ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നമുക്കെപ്പോഴും ഈ കൃപ വർക്കൗട്ട് ചെയ്യണത് സ്റ്റാറ്റസ് ചേഞ്ചിങ്ങിലൂടെയാണ്. സ്റ്റാറ്റസ് ചേഞ്ചിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് എന്താണ് പറയണത്, ഒരു ഓപ്പറേഷനാണ്, ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ്. സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിൻ്റെ മുഖം നല്ല പ്രസന്നമായിരിക്കണം. അല്ല അളിഞ്ഞ മോന്ത്യമായിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യരുത്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് എന്നതിൻ്റെ അർത്ഥം. ദൈവം അതങ്ങനെ തന്നെ റീഡ് ചെയ്യും. പത്രം എണ്ണി നോക്കുകയോ ചിലർ, ഇനി 10 എണ്ണം ഉണ്ടായിരുന്നു, 5 എണ്ണം, ഇനി എവിടെ കൊടുക്കാനാണ്? ആൾക്കാർക്ക് മാറിയിട്ട് വല്ല പള്ളിയിൽ കൊണ്ടുപോയി വല്ല വെച്ചു ഓടിക്കളയാമായിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഇവരെ എളിമപ്പെടുത്താതെ ഉടമ്പടിയുടെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല.
കാര്യം എന്താണ്? അത് മേജർ പ്രോജക്റ്റ് അല്ലേ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യണത്, ചെറിയ കാര്യങ്ങളല്ലല്ലോ. ഇപ്പോൾ റോഷ്യാൻ്റെ സാക്ഷ്യം എന്താ? റോഷ്യാനെ സംബന്ധിച്ചിടത്തോളം അവർ ഗേറ്റിൽ നെറ്റ് എഴുതിയിട്ട് ഒക്കണില്ല. കാര്യം അവർക്ക് വലിയ സ്കോളറാണ്, അവർക്ക് നല്ല അമ്പിയറുള്ള ആളാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്, മെറിറ്റിൽ വന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉതച്ചിരിക്കുക. അവർ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിനൊന്നും മനസ്സിലാണില്ല. ഞാൻ അതിലൊക്കെ കാട്ടിക്കൂട്ടി പുറത്തിറങ്ങി. അവരുടെ കലിബറെല്ലാം കപ്പാസിറ്റി എല്ലാം ഇങ്ങനെ ഡാമേജായി പോവുകയാണ്. എൻ്റെ മക്കളെ, നമ്മുടെ കപ്പാസിറ്റി കലിബർ ഡാമേജ് ആകുമ്പോഴേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. എന്താണ്? ദൈവം എപ്പോഴും ചെയ്യണം, ഒരാളുടെ ഗ്രേസ് കൊടുക്കണ മുമ്പ് ദൈവം ചെയ്യണം, കൃപ കൊടുക്കണ മുമ്പ് ദൈവം ചെയ്യണത് അവരുടെ മസിലിനിട്ട് കൊട്ടും. മനസ്സിലായില്ലേ? മസിലിട്ട് കൊട്ടി. ഇപ്പം നമ്മൾ ആർമിയിലൊക്കെ പോയി ആൾക്കാർ പഴവും അതൊക്കെ ഉണ്ടൊക്കെ തിന്നിട്ട് പോയി ശ്വാസമൊക്കെ പിടിച്ചിട്ട് നെഞ്ചളവ് കൊടുക്കത്തില്ലേ? നെഞ്ചളവ് കൊടുക്കുമ്പോൾ അയാൾ അളക്കാൻ നേരത്ത് ശ്വാസം പിടിച്ച് നിൽക്കത്തില്ലേ? അപ്പോൾ അവരെന്നാ ചെയ്യും? അളക്കാൻ തന്നെ ആൾ പളക്കെട്ട് കുത്തും. അപ്പോൾ തന്നെ ഇവ ശ്വാസം പിടിച്ച് നിൽക്കണമെങ്കിൽ എല്ലാം പോകും. എന്നിട്ടാണ് അളക്കണത്. മനസ്സിലായി? അളവിന് മുമ്പ് പള്ളക്കെട്ട് കുത്തു വരും. എന്തിനാണ്? നീ ശ്വാസം പിടിക്കേണ്ട, ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞ് ആക്കി തീർക്കരുത്. ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും സ്വാഭാവിക പ്രവണത അതാണ്. എന്താണ്? ഇല്ലാത്തത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നിക്ക് വഴി നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കും. കൃപ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ കുറഞ്ഞ പുള്ളിയാണെന്ന് ഉള്ള കാര്യം അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൃപ വർക്ക് ചെയ്യും. അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപ ആർജിക്കുവാൻ എന്നെ എളിമപ്പെടുത്തണമേ. വിനയപ്പെടുന്ന സാഹചര്യത്തെ അംഗീകരിക്കാനുള്ള അതിൽ അഭിമാനിക്കാനുള്ള അഭിഷേകം തരണമേ. കൃപയാണ് വരാൻ പോണെങ്കിൽ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല, ഡീപ്രമോട്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് വെരി ക്ലിയർ. ഇതിൻ്റെ വിഷയം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. അത് അമ്മയ്ക്ക് നല്ല ശരിക്കറിയാം. അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. അവരെന്താ പറഞ്ഞത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. അവർക്ക് 16 വയസ്സേ ഉള്ളൂ. അവർ വലിയ യൂണിവേഴ്സിറ്റിയിലും തിയോളജിയും പഠിച്ച ആളല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതുകൊണ്ട് ആത്മാവ് ഈ പറഞ്ഞ പോലെ 4:16 ഹെബ്രായ ലേഖനം എന്താ പറയണത്? വേണ്ട സമയത്ത് കൃപാവരവും കരുണയും നമ്മളിലേക്ക് ചൊരിയാൻ കൃപയുടെ സിംഹാസനത്തെയാണ് അവർ സമീപിക്കണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ബോധ്യങ്ങളാൽ ഞങ്ങളെ പുനരഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കൾ, ഇതൊരു വാല്യൂ ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ വാല്യൂ ആണത്. മൂല്യം. ഈ മൂല്യം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ ആണത്. വിനയപ്പെടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, നിന്നെ കല്യാണ വിരുന്നിനെ വിളിച്ചാൽ ചടിക്കര മുമ്പിൽ ഇരിക്കരുത്. എന്താണ്? മുമ്പിൽ ഇരിക്കുന്നതാണ് വാല്യൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സെറ്റപ്പ്. അതാണ്. നീ പോയി പുറകിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ഞാൻ പറയണത് പുറകിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ നിന്ന് മുമ്പിൽ വന്നിരിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരി, നമ്മൾ പുറകിൽ ഇരിക്കുന്നതിൽ നീ ദൈവ പെയ്തലാണെങ്കിൽ പുറകിൽ ഇരിക്കുന്നതിൽ നിനക്ക് ആത്മാവിൻ്റെ അഭിഷേക സന്തോഷമുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത്. ആരും ഞാൻ പുറകിൽ ഇങ്ങനെ എളിമെന്നടിച്ച് പുറകിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ മുമ്പിലിരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഗമയുണ്ടാകുമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള ഗമസ്വപ്നങ്ങളൊന്നും വേണ്ട. ഞാൻ പുറകിൽ തന്നെ ഇരിക്കാം. കാര്യം എന്താ? എൻ്റെ കണ്ണ് കൃപയുടെ സിംഹാസനമാണ്. മനസ്സിലായില്ല? നാട്ടുകാരുടെ മടുത്തട്ടൊന്നുമല്ല. അതൊക്കെ ചീഞ്ഞു പോകും. എത്ര വലിയ മനുഷ്യരായാലും. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച് കേട്ടില്ലേ? എന്താണ്? ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അത് ഒരു മുഖ്യമന്ത്രി നിസ്സഹായമായിട്ട് കോടിയേരിയുടെ ശവദാഹ സമയത്ത് ഹൃദയം നിറഞ്ഞ് പറഞ്ഞൊരു വാക്കാണ്, ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും ആകുമ്പോൾ കമ്മ്യൂണിസം തിരികെ അവിടെ ചെയ്യാം. പക്ഷെ വിശ്വാസി കുറച്ചുകൂടി മുമ്പോട്ട് പോകും. എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്താ കാര്യം?
നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഈശോയാണ്. അതുകൊണ്ട് ഈശോ കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളും എന്താണ്? പിതാക്കന്മാർ മരുഭൂമിച്ച് മഞ്ഞ ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ എല്ലാവരും വസിക്കുന്നത് സജീവനായ പിതാവാണ് അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ കൈയടിച്ച് കർത്താവിനോട് അവൻ മുന്നോട്ട് പോകും. കാര്യം മനുഷ്യരാശിക്ക് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന എന്താ? നിത്യതയാണ്. നിങ്ങൾ നിത്യതയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾക്ക് പല വിഷയങ്ങളില്ലേ നമുക്ക് ജീവിതത്തിൽ പല വിഷയങ്ങളാണ് നമുക്ക്. കല്യാണത്തിൻ്റെ വിഷയം, വിവാഹം സമയത്ത് നടക്കാത്ത വിഷയം, ജോലി കിട്ടാത്ത വിഷയം, നമുക്ക് ജപ്തി നടപടി, വഴി കിട്ടാത്ത വിഷയം, വെള്ളം കിട്ടാത്ത വിഷയം, ഒത്തിരി എന്തെല്ലാം വിഷയങ്ങളാണ് ഉള്ളത്. എന്നിട്ട് ഈശോ എന്നാ പറഞ്ഞിരിക്കണത്? എന്നെ നിങ്ങൾ ഇതിലൊന്ന് കക്ഷിയാക്ക്. മനസ്സിലായില്ലേ? ഈശോ എന്താ പറയണത്? നിങ്ങളുടെ ഈ ഇല്ലായ്മ പ്രശ്നത്തിലേ എന്നെ ഒന്ന് കക്ഷിയാക്ക്. അപ്പോൾ ഉടമ്പടി നമ്മളെന്താ പറയണത്? നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പറയും, ഇല്ലേ? വിശുദ്ധീകരിക്കണം. എന്താ പറയണത്? എന്തുകൊണ്ട് അങ്ങനെ പറയണം? ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ്? ഉടമ്പടി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഇതം പ്രഥമമായി നീ ദൈവത്തെ ഒരു കക്ഷിയായിട്ട് മറുകക്ഷിയായിട്ട് ദൈവവും നീയും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ വരികയാണ്. എഗ്രിമെൻറ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ ഈ ഉടമ്പടിയുടെയൊക്കെ സാക്ഷാത്കാരങ്ങളിലെ നമ്മുടെ IELTS പാസ്സാകണത്, നമുക്ക് ജോലി കിട്ടണതും PR വെക്കണതും അല്ല. മാത്രമല്ല നിത്യത വരെയുള്ള ഇതിൻ്റെ പാക്കേജാണ്. കുർബാന സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, നിത്യതയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ക്രിസ്തുക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ ആത്യന്തികമായ ദൈവിക ലക്ഷ്യത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കൊണ്ട് നിത്യജീവന് വേണ്ടി ജീവിച്ചാൽ ആ നിമിഷം മുതൽ നിന്റെ അനുദിന ജീവിതത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയിൽ പിക്കപ്പ് പുരോഗമിക്കുന്ന അനുസരിച്ച് കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും പുതിയ ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ? എല്ലാം എത്ര ഭയങ്കര ഗംഭീരമായ സങ്കടമായിട്ട് അവതരിപ്പിച്ചിട്ട് അവർ അവസാന സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ നടക്കും. എന്താ കാര്യം? ഉടമ്പടിയിൽ മറുകക്ഷി ആരാണ്? ദൈവമാണ്. നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കക്ഷി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് വിശുദ്ധീകരണം ആവശ്യമായി വരണത്. പിടികിട്ടിയോ? ചില ആൾക്കാർ കുമ്പസാരിക്കണം എന്തിനാണ്? കുർബാന സ്വീകരിക്കാനാണ്. അവരുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വേറൊരു അനുഷ്ഠാനം ചെയ്തിട്ട് യാന്ത്രികമായിട്ട് പോകുന്ന ആൾക്കാരുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഏണിംഗ് ഒന്നും ഉണ്ടാകണില്ല. എന്താ കാര്യം? അവർ ബോധ്യത്തോടു കൂടിയല്ല ജീവിക്കണത്. അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ അവർ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവുകയാണ്. സിസ്റ്റം ഫോളോ ചെയ്യണതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് കുർബാന പോലും കർത്താവ് ഉടമ്പടിയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അല്ല ഒരു പ്രാർത്ഥനാ വിധിയായിട്ടല്ലല്ലോ, ഉടമ്പടിയല്ലേ. ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? ക്രിസ്തു വന്നാലും ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അതായത് നിന്നെ കക്ഷിയാക്കണമെങ്കിൽ ദൈവത്തിന് ഉടമ്പടിയാണ്. നിന്നെ ഒരു ചുമ്മാ ഒരു വിശ്വാസിയാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ റാങ്കിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ വിഷയമുള്ളത് എന്താണ്? അത് കിട്ടിയാൽ കിട്ടി, കിട്ടണമെന്ന് നിർബന്ധമില്ല. നീ ഒരു വിശ്വാസിയല്ലേ. ഇവിടെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് റാൻസം, ഇത് ഈ ഫെയ്ത്ത് റാൻസമിൻ്റെ ഫെയ്ത്താണ്. റാൻസം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണമുള്ള കുഴപ്പമാണ്. ആരുടെയും പേരല്ല. ഈ മോചനദ്രവ്യത്തിനാണ് റാൻസം എന്ന് പറയണത്. മോചന
ദ്രവ്യം. ഇപ്പം നമ്മൾ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണം. ഇപ്പം 5 കോടി രൂപയൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ? PFI 5 കോടി രൂപ വെക്കാൻ പറഞ്ഞില്ലേ ജാമ്യത്തിൽ ഇറക്കാൻ? ഇല്ലേ, ജാമ്യത്തിൽ ഇറക്കാൻ 5 കോടി രൂപ. 5 കോടിയൊക്കെ കൊണ്ട് തരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനാണ് റാൻസം എന്ന് പറയണത്, മോചനദ്രവ്യം. കർത്താവ് 5 കോടിയല്ലല്ലോ വെച്ചത്. നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നത് 5 കോടി കൊണ്ടാണോ? അല്ല. 50,000 കോടി കൊണ്ടാണോ? അല്ല. വിലമതിയാത്ത രക്തത്താൽ എന്ത് വിലയാണ് കൊടുത്തത്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. റാൻസം പേ ചെയ്തിരിക്കുന്നത് ആരാണ്? ആളാണ്. എന്ത് വിലയാണ് കൊടുത്തത്? 1 പത്രോസ് 1 ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യം. 1 പത്രോസ് 1:18. ശ്രുതികട്ടെ ഹല്ലേലൂയ.